ഗൈസ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന 6th മോഡ്യൂളാണ്. അപ്പോൾ നമ്മൾ 5th മോഡ്യൂളിൽ നമുക്ക് ആകെ 1 ഡയമെൻഷണൽ എലമെൻറ്റിൻ്റെ ഡെറിവേഷനും പ്രോബ്ലമാണ് നമ്മളോട് പഠിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ 6th മോഡ്യൂളിലാണ് നമ്മളോട് 2 എലമെൻറ്റ്സിനെ കുറിച്ചും പിന്നെ ഒരു ഗോസിയൻ ക്വാഡ്രേച്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെത്തേഡിനെ കുറിച്ചും പഠിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് സെക്കൻഡ് ആ ടോപ്പിക്ക് സ്റ്റാർട്ട് ചെയ്യും. നമ്മൾ ടോപ്പിക് എന്ന് പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ ഫിഫ്ത്ത് മോഡ്യൂൾ നമ്മൾ പഠിക്കുമ്പോൾ തന്നെ നമ്മൾ കുറേ ടൈപ്സ് ഓഫ് എലമെൻറ്റ്സ് പഠിച്ചു. അതിൽ 1 ഡയമെൻഷണൽ എലമെൻ്റ് ആണ് നമ്മൾ കഴിഞ്ഞ ഇതിലെ ഡെറിവേഷൻ എല്ലാം നമ്മൾ നോക്കിയത്. അപ്പോൾ നമ്മളോട് ഇനി നമുക്ക് കുറേ അടുത്തുണ്ട് 2 ഡയമെൻഷണൽ എലമെൻ്റ് ഉണ്ട്, 3 ഡയമെൻഷണൽ എലമെൻ്റ് ഉണ്ടെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ 3 ഡയമെൻഷണൽ എലമെൻറ്റിൻ്റെ ഡെറിവേഷൻസ് നമുക്ക് പഠിക്കാൻ തന്നെ പറഞ്ഞിട്ടില്ല. അപ്പോൾ അതിൽ 2 ഡയമെൻഷണൽ എലമെൻറ്റിലെ ട്രയാങ്കുലർ എലമെൻറ്റും റെക്റ്റാങ്കുലർ ആയിട്ടുള്ള ഒരു എലമെൻ്റ് ഉണ്ട്, ഐസോ പാരാമെട്രിക് എലമെൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ള. ഈ 2 എലമെൻറ്റിനെ കുറിച്ചാണ് നമ്മുടെ അടുത്ത് ഇനി ഈ 6th മോഡ്യൂളിൽ പഠിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കതിൽ ട്രയാങ്കുലർ എലമെൻറ്റിൻ്റെ ഡെറിവേഷനും പ്രോബ്ലവും ഈ റെക്റ്റാങ്കുലർ എലമെൻറ്റിൻ്റെ പ്രോബ്ലവും മാത്രം നോക്കി നമുക്ക് പോവാം. കാരണം നമ്മൾ അതിലൊരു ഡെറിവേഷൻ സ്കിപ്പ് ചെയ്താലും നമുക്ക് അപ്പുറത്ത് വേറൊരു ചോയ്സ് നമുക്ക് കിട്ടും, ഗോസിയൻ ക്വാഡ്രേച്ചറിൻ്റെ ചോയ്സ് കിട്ടും. അത് എളുപ്പമാണ്, നിങ്ങൾക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്നതുകൊണ്ട് നമുക്ക് അതിൻ്റെ പ്രോബ്ലം നോക്കിയിട്ട് ഈ മോഡ്യൂൾ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് ട്രയാങ്കുലർ എലമെൻറ്റിൻ്റെ ഡെറിവേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഇതൊരു ഇച്ചിരി വലിയ ഡെറിവേഷനാണ്. അതിൽ കുറേ കാര്യങ്ങൾ ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ രീതിയിൽ ഞാൻ എടുത്തു തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ട്രയാങ്കുലർ എലമെൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമുക്ക് 3 നോഡ്സാണ് ട്രയാങ്കുലർ എലമെൻറ്റിൽ ഉണ്ടാവുക. ഇനി നമ്മളിവിടെ 2 ഡയമെൻഷനിലാണ്. അപ്പോൾ നമ്മൾ 2 ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് 2 ഡയറക്ഷൻസിൽ നമുക്ക് എലോങ്ങേഷൻസ് ഉണ്ടാവും. ഓൾറെഡി നമുക്കറിയാം ഈ 1 ഡയമെൻഷൻ എലമെൻ്റ് ആണെങ്കിൽ ഒരൊറ്റ നോഡ് ഒരേ ഡയറക്ഷനിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ള കാര്യങ്ങൾ നമുക്കറിയായിരുന്നു. ഇനി ഇവിടെ എന്ന് പറയുന്നത് 2 ഡയമെൻഷനിലാവുമ്പോൾ 2D ഫിഗറാണ്. അപ്പോൾ 2D എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സും വൈയും ഡയറക്ഷനിൽ നമുക്ക് ഈ പറയുന്ന ഇതിൻ്റെ മൂവ്മെൻറ്റ്സ് ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ഇവിടെ ഒരു നോഡിൽ യു എന്ന് പറഞ്ഞിട്ടും എക്സ് ഡയറക്ഷനെ യു എന്നും പറഞ്ഞിട്ടും വൈ ഡയറക്ഷനെ വി എന്നും പറഞ്ഞിട്ടും നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് 3 പോയിൻ്റാണ് ഉള്ളത്. അപ്പോൾ ഫസ്റ്റ് പോയിൻറ്റ് U1 V1, സെക്കൻഡ് പോയിൻറ്റ് U2 V2, തേർഡ് പോയിൻറ്റ് U3 V3 എന്ന് പറഞ്ഞിട്ട് നമ്മളതിനെ ഡിനോട്ട് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. x1 y1, x2 y2, x3 y3. അത് ആ പോയിൻ്റ് എവിടെ ഇരിക്കുന്നു എന്നുള്ളതും ദെൻ അതിൻ്റെ ഡയറക്ഷൻ എക്സിൽ യു എന്നും വൈന് വി എന്നും പറഞ്ഞിട്ട് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക എന്തുകൊണ്ടാണ് CST എന്ന് വിളിക്കുന്നതെന്ന് മനസ്സിലാക്കാം. അതെന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻറ്റ് സ്ട്രെയിൻ ട്രയാങ്കുലർ എലമെൻറ്റ്. എല്ലാ ഭാഗത്തും സ്ട്രെയിന് കോൺസ്റ്റൻ്റ് ആയിട്ടായിരിക്കും ഓരോ നോഡിലും മൂവ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അതിനെ കോൺസ്റ്റൻറ്റ് സ്ട്രെയിൻ ട്രയാങ്കുലർ എലമെൻ്റ് എന്ന് വിളിക്കും. ഇതിന് വന്നിട്ട് 6 ഡയറക്ഷൻസേ ഉണ്ടാവുള്ളൂ, 3 നോഡേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ക്ലിയർ ആയോ? ഇനി അടുത്തൊന്നുകൂടി ഉണ്ട്, ലീനിയർ സ്ട്രെയിൻ ട്രയാങ്കുലർ എലമെൻ്റ് ഉണ്ട്. അത് ഓരോ ഭാഗത്തും ഓരോ സ്ട്രെയിൻസ് ആയിരിക്കും, ഈക്വൽ ആയിരിക്കില്ല, കോൺസ്റ്റൻ്റ് ആയിരിക്കില്ല. ഇതിന് വന്നിട്ട് ഏകദേശം 12 ഡിസ്പ്ലേസ്മെൻറ്റ്സ് ഉണ്ടാവും. കാരണം ഡയറക്ഷൻസ് ഞാൻ പറഞ്ഞത് ഡിസ്പ്ലേസ്മെൻറ്റ്സ് ഉണ്ടാവും. LST എന്ന് പറയുന്ന ലീനിയർ സ്ട്രെയിനിൽ 6 നോഡുകളുണ്ടാവും. ഒരു നോഡിൽ 2 ഡിസ്പ്ലേസ്മെൻ്റ് ആണ് ഉണ്ടാവുക. അത് നിങ്ങൾക്ക് ഈ ഫിഗറിൽ നോക്കി അറിയാൻ പറ്റും. ഒരു നോഡിന് 2 ഡിസ്പ്ലേസ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് CSTയിലാണെങ്കിൽ നമുക്ക് 3 നോഡും 6 ഡിസ്പ്ലേസ്മെൻറ്റ്സുമാണ്. LSTയിലാണെങ്കിൽ നമുക്ക് 6 നോഡ് ഉണ്ടാവും. ആ നോഡെന്ന് പറയുന്നത് ജസ്റ്റ് ഈ ഭാഗത്താണ് ഉണ്ടാവുക. കാരണം ഈ ഒരു ഇതിലുണ്ടാവും, ഇവിടെ ഒന്നുണ്ടാവും, ഇവിടെ ഒന്നുണ്ടാവും. അപ്പോൾ നമുക്കിവിടെ ഓൾറെഡി ടോട്ടൽ 6 നോഡ് ഓൾറെഡി നമുക്കുണ്ട്. ഇവിടെ ഒരു നോഡ് വന്നാൽ ഇവിടെ 2 ഡയറക്ഷൻ വരും, ഇവിടെ 2 ഡയറക്ഷൻ വരും, ഇവിടെ 2 ഡയറക്ഷൻ വരും. അപ്പോൾ 12 ഡയറക്ഷനും 6 നോഡും ഉള്ള ഇതിനെയാണ് നമ്മൾ LST എന്ന് പറയുക. ഓക്കെ, അപ്പോൾ നമുക്ക് LSTനെ കുറിച്ച് നമുക്ക് അധികം പഠിക്കാനില്ല. CST ആണ് നമ്മൾ ഒരുവിധം എല്ലാ ഇതും നമ്മൾ എടുക്കുക. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കോൺസ്റ്റൻറ്റ് സൈൻ ട്രയാങ്കുലർ എലമെൻറ്റിൻ്റെ ഡെറിവേഷനാണ് നമ്മളിവിടെ നോക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെയെങ്കിൽ നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്ന U എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ CSTയിൽ നമുക്ക് 6 ഡിസ്പ്ലേസ്മെൻറ്റ്സും കൂടെ കമ്പൈൻഡ് ആയിട്ടുള്ളതാണ് എന്നുള്ളത് ഇതിൽ നിന്ന് നമുക്ക് നോക്കിയാൽ മനസ്സിലാവുന്നതാണ്. ക്ലിയർ ആണ്. അപ്പോൾ U ഈസ് ഈക്വൽ ടു U1 U2 U3, എക്സിൻ്റെ എല്ലാ ഡയറക്ഷൻസും വൈൻ്റെ എല്ലാ ഡയറക്ഷൻസും V1 V2 V3 എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ ഒരു മാട്രിക്സ് ഫോമിലേക്ക് മാറ്റാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് പോളിനോമിയൽ ഇക്വേഷൻസ് എടുക്കുകയാണെങ്കിൽ U എന്ന് പറയുന്നതിന് A1 + A2x + A3y എന്നും വിനെ നമ്മൾ എടുക്കുകയാണെങ്കിൽ A4 + A5x + A6y എന്ന് പറഞ്ഞിട്ട്, കാരണം ഒരേ പോയിന്റിലിരിക്കുന്ന 2 ഡയറക്ഷൻസ് ആണ്. അപ്പോൾ യുനും വിനും നമ്മൾ നമ്പറിങ് മാത്രം മാറ്റിയിട്ട് നമ്മൾ ഈ ഒരു രീതിയിൽ ഫോമിൽ നമ്മൾ ജനറേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇനി
നമുക്ക് യുവിൻ്റെ മാത്രം ഫോമുലാസ് എടുക്കുകയാണെങ്കിൽ U1 U2 U3 എന്ന് പറഞ്ഞിട്ട് A1 + A2 പ്ലസ് ഈ A1 A2 A3 സെയിം ആയിരിക്കും. അപ്പോൾ U1 X1 Y1 ആണുള്ളത്, U2 X2 Y2 ആണുള്ളത്, U3 X3 Y3 ആണ് ഇരിക്കുന്നത്. അതുപോലെ അപ്പോൾ നമുക്ക് U1 = A1 + A2 X1 + A3 Y1, U2 = A1 + A2 X2 + A3 Y2, U3 = A1 + A2 X3 + A3 Y3. ഇവിടെ നമ്മൾ A1 A2 A3 എവിടെയും ചേഞ്ച് ആവുന്നില്ല. നമുക്ക് യുവിൻ്റെ ഫോമുല A1 A2 A3 എന്ന് പറഞ്ഞിട്ട് തന്നെയാണ്. യുവിനെ U1 U2 U3 ആക്കുമ്പോൾ U1 എക്സിനും വൈനും എന്താണോ വാല്യൂ അതാണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് നമ്മൾ ഈ ഫോമുല ഇവിടെ ജനറേറ്റ് ചെയ്തിരിക്കുന്നത്. അത് നിങ്ങൾക്ക് ഈ ഫിഗർ നോക്കിയാൽ മനസ്സിലാവും. U1 X1 Y1 ഉണ്ട്, U2 X2 Y2 ഉണ്ട്, U3 X3 Y3 ഉണ്ട്. ക്ലിയർ ആയില്ലേ? അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഫോമുല കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇനി ഡെറിവേഷനിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ മെട്രിക്സിലേക്ക് അതിനെ മാറ്റുന്നു. ഓക്കെ, മെട്രിക്സിലേക്ക് മാറ്റുമ്പോൾ U1 U2 U3 = A1 A2 A3നെ ഇങ്ങോട്ട് കൊണ്ടുവരികയാണെങ്കിൽ A1 പകരം ഇവിടെ 1 ആണുള്ളത്. അതുകൊണ്ട് 1 X1 Y1 X2 Y2 X3 Y3 എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ ഒരു മെട്രിക്സ് ഫോമുല ജനറേറ്റ് ചെയ്യാം. ക്ലിയർ ഉണ്ടോ? ഇനി നമുക്ക് എന്ത് ചെയ്യണം? നമ്മൾ കഴിഞ്ഞ ഇതിൽ ചെയ്ത സെയിം മെത്തേഡ് തന്നെയാണ്. A1 A2 A3നെ പുറത്തേക്ക് കൊണ്ടുവരണം, U1 U2 U3നെ ഉള്ളിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഇതിൻ്റെ ഇൻവേഴ്സ് എടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്, അല്ലേ? നമ്മൾ കഴിഞ്ഞ ഫോമുലയിലും ഡെറിവേഷനിലും അതാണ് നമ്മൾ ചെയ്തത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇൻവേഴ്സ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇതിന് നമ്മൾ C എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ഒരു ലെറ്റർ ഉണ്ടെങ്കിൽ C∧, ഇതിൻ്റെ ട്രാൻസ്പോസും എടുക്കണം, അതിൻ്റെ മെട്രിക്സും എടുക്കണം. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് ഇതിൻ്റെ ട്രാൻസ്പോസ് ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അതിന് ഇവർ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ C11 ഇതിനെ ഓരോന്നിനും ഓരോ ലെറ്റർ കൊടുത്തു. C11, ഇത് C12, ഇത് C13 എന്ന് പറഞ്ഞിട്ട് 3 ലെറ്റേഴ്സ് നമ്മൾ ഓരോന്നിനും ഓരോ ഈ ലെറ്റേഴ്സ് അതിനെ ഡിനോട്ട് ചെയ്തു. അപ്പോൾ ആ ഡിനോട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫസ്റ്റ് 1 എന്ന് പറയുന്നത് C11, X1 എന്ന് പറയുന്നത് C12, 1 എന്ന് പറയുന്നതിലേക്ക് Y1 എന്ന് പറയുന്നത് C13. അതേപോലെ ഇങ്ങോട്ട് താഴേക്ക് വരുമ്പോൾ രണ്ടാമത്തെ ലൈനിൽ വരുമ്പോൾ C21, C22, C23, C31, C32, C33 എന്ന് പറഞ്ഞിട്ട് ഡിനോട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് C11 എന്താണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇവിടെയുള്ള X2 Y3 × X3 Y2 നമുക്കിവിടെ ചെയ്താൽ മതി. അതാണ് ഇവിടെ ചെയ്തേക്കുന്നത്. ക്ലിയർ ആണോ? ഇനി C12 എന്ന് പറയുന്നത് നമ്മളെല്ലാം ഫൈൻഡ് ഔട്ട് ചെയ്യണം. C12, C13, C21, C22 അങ്ങനെ എല്ലാം നമുക്കിവിടെ ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഫോമുലാസ് കിട്ടും. ഓക്കെ, C12 നിങ്ങൾ നോക്കിക്കോളൂ. C12 എന്ന് പറയുന്നത് ഇതാണ് C12. അപ്പോൾ C12 വരുമ്പോൾ ഇതും എലിമിനേറ്റ് ആവും, ഇതും എലിമിനേറ്റ് ആവും. 1 × Y3 1 × Y2 എന്നാവും. അതാണ് ഇവിടെ എഴുതിയത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഇവിടെ എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങൾ നോക്കിക്കോളൂ, പ്ലസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ് ഇത് നിങ്ങൾ ബേസിക്കായിട്ട് നിങ്ങൾ മാത്സിൽ പഠിച്ച ഒരു കാര്യമാണ്. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യും? മൈനസ് ഇൻറ്റു 1 × Y3 -1 × Y2 ആണ് വരിക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്താവും? Y2 - Y3 എന്നാവും. ഇത് പ്ലസ് ആവും, ഇത് പ്ലസ് ആവും, Y3ക്ക് മൈനസ് ഉണ്ടാവും. അതിന് നേരെ തിരിച്ചെഴുതി. ക്ലിയർ ഉണ്ടോ? ഇവിടെ നോക്കിക്കോ, ഈ മൈനസിനെ ഉള്ളിലേക്ക് എടുത്താൽ -Y3 + Y2 എന്നാവും. അതാണ് ഇവിടെ Y2 - Y3 എന്ന് എഴുതിയിരിക്കുന്നത്. ഇനി C13 എടുത്തു നോക്കിക്കോളൂ. C13 എന്ന് പറയുന്നത് ഈ ഫസ്റ്റ് ലൈനും എലിമിനേറ്റ് ആവും, ഈ ലാസ്റ്റ് ലൈനും എലിമിനേറ്റ് ആവും. കാരണം C13 എന്ന് പറയുന്നത് Y1 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് -1 × X3 + 1 × X2 എന്നാവും. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്തു? ആ -1 × X3 - X2 എന്നുള്ളത് നമുക്ക് ഇവിടെ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആവും. ഇവിടെ മൈനസ് ഉള്ളിലേക്ക് പോകുമ്പോൾ അത് മൈനസ് ആവും. അതാണ് X3 - X2 എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇത് ക്ലിയർ ആവുന്നില്ലെങ്കിൽ ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. ഇവിടെ നിങ്ങൾ നോക്കിയാൽ മതി. ഇവിടെ നിങ്ങൾ നോക്കിക്കോളൂ, മൈനസ് ഇൻറ്റു മൈനസ്, ഇവിടെ മൈനസ് ഉണ്ട്, മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആണ്. ക്ലിയർ ആയില്ലേ? അപ്പോൾ പ്ലസ് ആവും. അപ്പോൾ X3 ദെൻ ഓൾറെഡി മൈനസ് ആണ് നമുക്ക് ഓൾറെഡി ഉള്ളത്. X3 മൈനസ് ഈ സംഭവം 1 × X2 ആവും. അപ്പോൾ ആ മൈനസ് അവിടെ ഉണ്ട്, ഇത് പ്ലസ് ആണ്. അതുകൊണ്ടാണ് X3 - X2 വന്നതാണ്. ക്ലിയർ ആയോ? ദെൻ അങ്ങനെ എല്ലാത്തിനും നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ ഫോമുലാസ് നമുക്ക് കിട്ടും. ഇനി C21 എടുക്കുന്നത് നിങ്ങൾ എങ്ങനെയാണെന്ന് നോക്കിക്കോളൂ. C21 എടുക്കുന്നത് പറഞ്ഞാൽ ഈ 1 ആണ് C21 എന്ന് പറയുന്നത്.
ഓക്കെ. അപ്പോൾ ഈ ലൈനും എലിമിനേറ്റ് ആവും, ഈ ലൈനും എലിമിനേറ്റ് ആവും. x1 ഇൻറ്റു y3 x3 ഇൻറ്റു y1 ആണ്. അപ്പോൾ -x1 ഇൻറ്റു y3 മൈനസ് x3 ഇൻറ്റു y1 എന്നാവും. അപ്പോൾ ഇവിടെ നമുക്ക് -x1 ഇൻറ്റു y3 -x3 ഇൻറ്റു y1 എന്നാവും. ഇത് ഉള്ളിലേക്ക് വരുമ്പോൾ -x1 y3 പ്ലസ് x3 y1 ആവും. ഈ മൈനസിന് ഉള്ളിലേക്ക് നമ്മൾ കൊണ്ടുവരുമ്പോൾ അതുകൊണ്ടാണ് x3 y1 -x1 y3 ആവുന്നത്. ഓക്കെ. അപ്പോൾ അങ്ങനെ നമുക്ക് എല്ലാത്തിനും കിട്ടിക്കഴിഞ്ഞാൽ സി എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ഇതിൽ മെട്രിക്സിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. നമുക്ക് നോക്കിയറിയാം, ഇത് C11ൻ്റെ ഫോർമുലയാണ്. C12 C13 C21 ഇവിടെ അല്ലേ, അതിവിടെ എഴുതി. C22 C23 C31ൻ്റെ ഫോർമുല 32 33 നമ്മളിവിടെ എഴുതി. ഇനി അതിൻ്റെ ട്രാൻസ്പോസ് എടുക്കുകയാണെങ്കിൽ, ട്രാൻസ്പോസ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഹൊറിസോണ്ടലുള്ളതിനെ വെർട്ടിക്കലാക്കുകയും വെർട്ടിക്കലുള്ളതിനെ ഹൊറിസോണ്ടലാക്കുകയും ചെയ്യുന്നതാണ് നമ്മൾ ട്രാൻസ്പോസ് എന്ന് പറയുക. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത് ഈ വെർട്ടിക്കലായിട്ടുള്ളതിനെ ഹൊറിസോണ്ടലായിട്ട് എഴുതി, ഇതിനെ നമ്മൾ ഈ ഹൊറിസോണ്ടലായിട്ട് എഴുതി, ഇവിടെയുള്ളതിനെ ഹൊറിസോണ്ടലായിട്ട് എഴുതി. അപ്പോൾ ട്രാൻസ്പോസ് കിട്ടി. ക്ലിയർ ആയില്ലേ? ഇനി നമ്മൾ ഈ ഫോർമുലയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഡി മാട്രിക്സ് എന്ന് പറഞ്ഞുണ്ട്. ഡി മാട്രിക്സ് പറഞ്ഞാൽ ഇത് തന്നെയാണ് ഡി മാട്രിക്സ്. ഇതിനെ കംപ്ലീറ്റ് സോൾവ് ചെയ്യുക. അതിനാൽ 1 ഇൻറ്റു x2 y3 മൈനസ് x3 y2 മൈനസ് x1 ഇൻറ്റു y3 മൈനസ് y2 പ്ലസ് y1 ഇൻറ്റു x3 മൈനസ് x2 എന്ന് പറഞ്ഞിട്ട് ഡി മാട്രിക്സ് ചെയ്യാം. ഓക്കെ. അപ്പോൾ നമുക്ക് എന്താവും, ഇവിടെ നമുക്ക് ഇവിടെ ഒരു ഫോർമുല ഉണ്ട്. ഈ ഫോർമുലയാണ് ഇതിൻ്റെ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ ഫോർമുലയിലാണ് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞുള്ളൂ. ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ 1 ബൈ D matrix is equal into C transpose. 1 by D matrix into C transpose എന്ന് നമുക്ക് അങ്ങനെ ഒരു സ്പ്ലിറ്റ് ചെയ്ത് എഴുതുകയാണെങ്കിൽ, അപ്പോൾ 1 ബൈ നമുക്ക് ആ കിട്ടിയിരിക്കുന്ന ഈ ഫോർമുല 1 ബൈ 1 ഇൻറ്റു ഈ പറയുന്ന ഫോർമുല ഇൻറ്റു ഈ C ട്രാൻസ്പോസ്, അത് നമ്മളിവിടെ എഴുതി. ക്ലിയർ ആണോ? ഇനി നമുക്ക് ഇതിനെ ഒന്നുകൂടി റെഡ്യൂസ് ചെയ്യണം. അപ്പോൾ ആ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാമെന്ന് നമ്മളിങ്ങനെ നോക്കുകയാണ്. അപ്പോൾ നമ്മൾ ആ നോക്കുന്നതിന് ജസ്റ്റ് ഒരു ഫോർമുല കൂടിയുണ്ട്. ഇവിടെ ഏരിയ ഓഫ് എ ട്രയാങ്കിൾ നമ്മൾ XY കോർഡിനേറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ ഏരിയയുടെ ട്രയാങ്കിളിൻ്റെ ഫോർമുല 1/2 ഇൻറ്റു 1 ഇൻറ്റു അങ്ങനെ നമുക്ക് ആ ട്രയാങ്കിൾ എന്താ 1/2 ഇൻറ്റു B ഇൻറ്റു H ആണ് നമ്മുടെ ട്രയാങ്കിളിൻ്റെ ഫോർമുല എന്ന് പറയുന്നത്. B ഇൻറ്റു H എന്ന് പറഞ്ഞാൽ ഇവിടെ മെട്രിക്സ് ആണ്, അപ്പോൾ അതിൻ്റെ കോർഡിനേറ്റ്സ് ആവുള്ള. അപ്പോൾ 1/2 ഇൻറ്റു ആ മെട്രിക്സ് നമ്മൾ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും ഇത് മെട്രിക്സിനെ സോൾവ് ചെയ്യുക. അപ്പോൾ നമുക്ക് 1 ഇൻറ്റു x2 ഈ സെയിം ഇത് തന്നെ നമുക്ക് ഇവിടെ വരും. അപ്പോൾ നമ്മൾ ഇത് എന്ത് ചെയ്യുന്നു, ഇതിന് നമുക്ക് എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഇതിനിവിടെ നിർത്തിക്കൊണ്ട് നമ്മൾ 2നെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ 2a is equal to x2 ഇൻറ്റു y3 എന്ന് കൊണ്ടുവരും. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, ഈ ഫോർമുല എന്ന് പറയുന്നത് 2a ആണെന്നും ഈ ഫോർമുലയ്ക്ക് പകരം 2a സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ 1/2a ഇൻറ്റു നമുക്ക് ഈ കിട്ടുന്ന ഫോർമുല എന്ന് നമുക്കാക്കാം. ഇനി ഈ ഡി ഇൻവേഴ്സ് എന്ന് പറയുന്നത് നമ്മളിവിടെ എന്താണ്, നമുക്ക് U1 U2 U3 ഇതിനെ ഇങ്ങോട്ട് പുറത്തേക്ക് എടുത്തിട്ടുള്ള ഒരു ഇതാണ്. അപ്പോൾ നമ്മളിവിടെ എന്തായി, ഒബിയസ്ലി A1 A2 A3 ഇൻറ്റു ഇതിൻ്റെ ഇൻവേഴ്സ് ആണ്. ഇതിൻ്റെ ഇൻവേഴ്സ് അല്ലേ നമ്മളിവിടെ ഫൈൻഡ് ഔട്ട് ചെയ്തത്. ഈ ഡി ഇൻവേഴ്സ് എന്ന് പറയുന്ന ഈ സംഭവമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഈ ഇരിക്കുന്ന 1/2a ഇൻറ്റു ഈ സംഭവം ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് U1 U2 U3 എന്നാക്കി. ഓക്കെ. ഇനി അടുത്ത് എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ നമുക്ക് ഈ ഫോർമുല ഇങ്ങനെ എഴുതുന്നത് നമുക്ക് കുറച്ചുകൂടി tedious ആണ്. അപ്പോൾ അതിന് പകരം നമുക്കിതിനെ ഒന്നുകൂടി റെഡ്യൂസ് ചെയ്യണം. ഈ ഫോർമുലയ്ക്ക് പകരം ഞാൻ ഓരോ ലെറ്റേഴ്സ് ഡിനോട്ട് ചെയ്യാൻ പോകണം. ആ ലെറ്റേഴ്സ് ഡിനോട്ട് ചെയ്യുന്ന പറഞ്ഞാൽ PQR എന്ന് പറഞ്ഞിട്ട് ലെറ്റർ ഡിനോട്ട് ചെയ്തു. ഫസ്റ്റ് ലൈനിനെ P എന്ന് പറയട്ടെ. അപ്പോൾ P1 P2 P3, സെക്കൻഡ് ലൈൻ Q1 Q2 Q3, തേർഡ് ലൈൻ R1 R2 R3. അപ്പോൾ P1 ഈസ് ഈക്വൽ ടു ഈ ഫോർമുല, P2 ഈസ് ഈക്വൽ ടു ഈ ഫോർമുല, P3 ഈസ് ഈക്വൽ ടു ഈ ഫോർമുല, അങ്ങനെ Q1 Q2 Q3 R1 R2 R3 എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ ഫോർമുല കിട്ടും. ക്ലിയർ ആണോ? ഓക്കെ. അപ്പോൾ നമുക്ക് A1 A2 A3. ഇനി ഞാൻ എന്ത് ചെയ്തു, എനിക്കിനി വീണ്ടും സോൾവ് ചെയ്യണം. ആദ്യം ഷേപ്പ് ഫംഗ്ഷനാണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്, ഷേപ്പാണ് ഡിഫൈൻ ചെയ്യേണ്ടത്. നമുക്കിവിടെ 3 നോഡുകളുണ്ട്. 3 നോഡിൻ്റെയും ഫോർമുല നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്തു, ഫസ്റ്റ് ഫോർമുല യു വെച്ചിട്ടാണ് നമ്മൾ ഇതെല്ലാം ഇത്രയോളം വന്നത്. ഇപ്പോൾ യുവിൻ്റെ ജനറൽ ഫോർമുല U1 U2 U3 അല്ല, വെറും യുവിൻ്റെ A1 A2 A3 എക്സ് A3 Y ഉണ്ട്. അപ്പോൾ നമ്മൾ 1xy A1 A2 A3 ഓൾറെഡി ഇവിടെ ഫൈൻഡ് ഔട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്തു, ആ A1 A2നെ ഇവിടെ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ U ഈസ് ഈക്വൽ ടു 1xy ഇൻറ്റു 1/2a ഇൻറ്റു P1 P2 P3 Q1 Q2 Q3 R1 R2 R3 ദെൻ U1 U2 U3 പറഞ്ഞിട്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ക്ലിയർ ആയില്ലേ? അപ്പോൾ നമുക്ക് ഇങ്ങനെ ഫോർമുല കിട്ടി.
ഇനി ഇതിനെന്ത് ചെയ്തു, ഈ മാട്രിക്സിനെ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ 1 ഇൻറ്റു P1 Q1x y R1y എന്ന് പറഞ്ഞിട്ട് നമുക്കിവിടെ P1 പ്ലസ് Q1x പ്ലസ് R1y, ദെൻ P2 പ്ലസ് Q2x പ്ലസ് R2y, P3 പ്ലസ് Q3x പ്ലസ് R3y എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ ഫോമുല ഈ ഒരു മെട്രിക്സിലേക്ക് കൺവേർട്ടായി. കാരണം 1 ഇൻറ്റു 3 മാട്രിക്സ് ഈസ് ഈക്വൽ ടു 1/3 മാട്രിക്സ് ആയി. ഓക്കെ, ദെൻ U1 U2 U3, ദെൻ ഈ 2a ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ P1 പ്ലസ് Q1x പ്ലസ് R1y ബൈ 2a, P2 പ്ലസ് Q2x പ്ലസ് R2y ബൈ 2a, P3 പ്ലസ് Q3x പ്ലസ് R3y ബൈ 2a എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ ഫോമുല കിട്ടി. ദെൻ ഈ ഫോമുലിനെ ഞാൻ N1 N2 N3 ആയിട്ട് ഞാൻ ലെറ്ററിൽ ഡിനോട്ട് ചെയ്യുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ ഷേപ്പ് ഫംഗ്ഷൻ ഇക്വേഷൻ. U ഈസ് ഈക്വൽ ടു N1 N2 N3 ഇൻറ്റു U1 U2 U3. അപ്പോൾ 3 നോഡിൻ്റെയും ഫോമിൽ എനിക്ക് വാല്യൂസ് ഫൈൻഡ് ഔട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇതിൽ എനിക്ക് വാല്യൂസ് ഉണ്ടെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ CST എലമെൻ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, സോ നെക്സ്റ്റ് നമ്മൾ മറ്റേ ഇക്വേഷനിലേക്ക്, നമ്മുടെ ഫൈനൽ എലമെൻറ്റ് ഇക്വേഷൻ ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ എടുത്തുതരാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു.